എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നല്ല ദശകട്ടിയുള്ള മീൻ ഉപയോഗിക്കാം കേട്ടോ. ചൂരയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഇതുപോലെ കുറച്ച് ഒത്തിരി ചെറിയ പീസായി കട്ട് ചെയ്യേണ്ട ഈ ഒരു പാകത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനകത്ത് വെള്ളമൊക്കെ വാർന്നു പോകാൻ വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് അരവ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഇത് ഞാനിപ്പോൾ 1/2 കിലോ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു കണക്കാണ് പറഞ്ഞു തരുന്നത്. ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണിനടുത്ത് മുളക് പൊടി, നമ്മുടെ സാധാരണ മുളക് പൊടി ഉണ്ടല്ലോ, അത് 1.5 ടേബിൾ സ്പൂണിനടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണിനടുത്ത് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിനകത്തോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കുന്നതിൽ ഒന്നുകിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം, അതില്ലെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്ത് സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ചിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ അരവുമായിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പീസൊക്കെ ഈ ഒരു നിങ്ങൾ കണ്ടല്ലോ, ഇത് കട്ട് ചെയ്തിരിക്കുന്നത് ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതുമല്ല, ആ ഒരു പാകത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുമായിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഞാനിതിപ്പോൾ എല്ലാം അരവായിട്ട് നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂറിനടുത്ത് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. നമുക്ക് മീൻ ഇപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂറായി നമ്മൾ മാരിനേഷൻ ചെയ്യാൻ വെച്ചിട്ട്. ഇനി ഇതിനൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു 3 ടേബിൾ സ്പൂണിനടുത്തൊക്കെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അങ്ങനെ ഓയിലിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അതില്ലെങ്കിൽ നമ്മുടെ നല്ലെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീൻ ഇപ്പം നല്ല എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. മീൻ ഓരോ പീസസ് ആയിട്ട് ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓയിലിൽ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അല്ലാത്ത ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത്. ഇതിപ്പോൾ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഒത്തിരി ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഭാഗം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ചെയ്യാം. പിന്നെ ഒത്തിരി ഒരു 1/4 ഭാഗം ഫ്രൈ ചെയ്യാൻ പറ്റും. ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണ്ട. കാരണം നമ്മൾ വിനെഗർ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഒത്തിരി അങ്ങ് കട്ടിയായതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് ഒരു 1/4 ഭാഗം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ആ ഒരു പാകം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിനകത്തുനിന്ന് കോരി എടുത്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീനൊക്കെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഏതിനകത്താണോ ഫ്രൈ ചെയ്തിരിക്കുന്നത് അതിനകത്ത് തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും നമ്മൾ അച്ചാറിന് നല്ല ഒരു ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടുക. ഇതിലത്തെ എണ്ണ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒരു ടേബിൾ സ്പൂണിനടുത്ത് കൂടി എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേ പാത്രം തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ആ ഓയിലിൻ്റെ ടേസ്റ്റ് കൂടി ആ ഫിഷിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുന്നതുകൊണ്ട് നല്ല രുചിയായിരിക്കും അച്ചാറിന്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് നമുക്ക് കടുക് ഒന്ന് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂണിനടുത്ത് കടുകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കടുക് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാം. ഇതിപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഞാൻ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അച്ചാറിനകത്ത് പച്ചമുളക് കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ ഒരു 4 എണ്ണം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് 1-3 മിനിറ്റ് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ഇഞ്ചിയാണ്. ഇതിപ്പോൾ ഒരു 1/2 കപ്പിനടുത്ത് 1/4 കപ്പിനടുത്ത് 1/2 കപ്പല്ല 1/4 കപ്പിനടുത്ത് ഇഞ്ചിയാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട്, അപ്പോൾ ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതും എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇത് ഞാനൊരു 1/4 കപ്പിനടുത്ത് വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ 1/2 കിലോ മീനല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു കറക്റ്റ് കണക്കാട്ടോ പറഞ്ഞിരുന്നത്. 1/4 കപ്പിനടുത്ത് ഇഞ്ചിയും 1/4 കപ്പിനടുത്ത് വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, പിന്നെ അതുപോലെ ഒരു 2 ടീസ്പൂൺ കടുക്, ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇതിനകത്തോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കറിവേപ്പില കണ്ടില്ല, ഇതുപോലെ വലിയ ഇലയാണ്. ആ ചെറിയ ഇലയുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ നാടനായിട്ട് കിട്ടുന്നുണ്ടല്ലോ, നമുക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് എനിക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടിയത് ഈ നല്ല വലിയ സൈസുള്ളതാണ്. അപ്പോൾ അതുകൂടി എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മുളക് പൊടി ഞാൻ ഏകദേശം ഒരു 3-3.5 ടീസ്പൂണിനടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ 1 കിലോന് ഇതിന് കണക്കായിട്ട് നിങ്ങൾ ഇട്ടാൽ മതി. ഒരു 3.5 ടീസ്പൂൺ തുടങ്ങി ഒരു 4 ടീസ്പൂൺ വരെയൊക്കെ ഉപയോഗിക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ഞാനൊരു 1 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല രുചിയായിരിക്കും. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണിനടുത്ത് ഉലുവ പൊടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിനകത്തോട്ടേക്ക് നമ്മൾ ഒരു നുള്ളിൽ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പിഞ്ചിനടുത്ത് കായത്തിൻ്റെ പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനെഗറാണ്. അപ്പോൾ ഞാൻ 1 കപ്പിനടുത്ത് വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനെഗറിൻ്റെ അകത്ത് തന്നെ ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ അച്ചാറാണെങ്കിൽ കേടുകൂടാതിരിക്കണമെങ്കിൽ നമ്മൾ വിനെഗറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. വിനെഗർ ചേർത്ത് കഴിഞ്ഞ് ഉപ്പ് കൂടി നമ്മളൊന്ന് ഉപ്പ് ചേർത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് ഒന്ന് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ മീനിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. ഉപ്പൊന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് മീനൊന്ന് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം തന്നെ ശരിക്കും നമ്മുടെ ആ മീനച്ചാറിൻ്റെ ഒരു മണമുണ്ടല്ലോ. ശരിക്കും നമുക്ക് ചോറിനൊക്കെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മീനച്ചാർ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അല്ലേ, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇനി മീൻ ചേർത്ത് കഴിഞ്ഞ പാടെ ഫ്ലെയിം ഓഫ് ചെയ്യരുത്. ഒരു 2-3 മിനിറ്റെങ്കിലും ഇതുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഒരു 2-3 മിനിറ്റെങ്കിലും നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മീനച്ചാർ നിങ്ങളെപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായി തണുത്തതിന് ശേഷം മാത്രം, ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറേ സമയത്തേക്കെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യരുത്. നന്നായി തണുത്തതിന് ശേഷം ഗ്ലാസ് കണ്ടെയ്നറിലോട്ടേക്ക് ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണെങ്കിൽ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ വെള്ളം ഒട്ടും ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം ചേർക്കാതിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചാരം കിട്ടും, കേടാവില്ല. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.